നെല്ലായ പേങ്ങാട്ടിരി ടൗൺ നവീകരണത്തിന്റെയും കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ മാരായമംഗലം റോഡിന്റെയും ഉദ്ഘാടനം നടന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. പേങ്ങാട്ടിരി ടൗണിൽ വെച്ചു നടന്ന ഉദ്ഘാടന പൊതുസമ്മേളനത്തിൽ പി മമ്മിക്കുട്ടി MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് സംസാരിച്ചു. സംസ്ഥാന ബജറ്റിൽ നിന്നും 1 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പേങ്ങാട്ടിരി ടൗൺ നവീകരണത്തിന്റെയും നബാർഡ് ഫണ്ടിൽ നിന്നും 5 കോടി രൂപ ചിലവിൽ BMC നിലവാരത്തിൽ നവീകരിച്ച മാരായമംഗലം ഹൈസ്കൂൾ കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെയും ഉദ്ഘാടനമാണ് നടന്നത്. പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞതും സൂചിപ്പിച്ചതുമായിട്ടുള്ള പരിപാടികളുടെ പങ്കാളിത്തം മനസ്സിലാക്കിയാൽ വീണ്ടും കേരളത്തിൽ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നുള്ള കാര്യം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കൊരു ഒത്തൊരുമയോട് നിന്ന് അതിനുവേണ്ടി പരിശ്രമിക്കാമെന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ PWD രംഗത്ത് ഒരു ഉടർച്ച വാർക്കലാണ് നടന്നിട്ടുള്ളത്. അഴിമതിരഹിതമായിട്ടുള്ള പ്രവൃത്തികൾ സമയബന്ധിതമായി തന്നെ തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിലവാരം നിലനിർത്തുക, ഇതെല്ലാം മുൻകാലങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പോലും കഴിയില്ല. ഏറ്റവും കൂടുതൽ UDFൻ്റെ ഭരണകാലഘട്ടത്തൊക്കെ ഏറ്റവും കൂടുതൽ അഴിമതി നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പൊതുമരാമത്ത് രംഗത്താണ്, PWD രംഗത്താണ്. പാലത്തിൻ്റെ ആയിരുന്നാലും റോഡിൻ്റെ ആയിരുന്നാലും ആ നിലയിൽ PWD എടുക്കുന്ന ഏത് വർക്കിൻ്റെ കാര്യത്തിലായിരുന്നാലും അതിലൊരു അഴിമതിയുടെ അംശം ഉണ്ടാകുമായിരുന്നു. എന്ന് മാത്രമല്ല, സമയത്തിന് പൂർത്തീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. അതിൽ നിന്നെല്ലാം മറികടന്നുകൊണ്ടാണ് PWD രംഗത്ത് ഒരു മാതൃകാപരമായ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുള്ളത്. അതിന് ഞങ്ങളുടെ എല്ലാം പിന്തുണയുണ്ട്. പേങ്ങാട്ടിരി ടൗണിൽ വെച്ച് നടന്ന ഉദ്ഘാടന പൊതുസമ്മേളനത്തിൽ പി മമ്മിക്കുട്ടി MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് സംസാരിച്ചു. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ റാലി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിവിലാണ്. പതിനായിരക്കണക്കായ ആളുകളാണ് വരുന്നത് കേൾക്കാൻ. നേരെ ചൊവ്വയുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ട സ്വതന്ത്രമായ പത്രപ്രവർത്തനം കൈമുതലാക്കിയ പ്രചരണ പത്രം അവതരണ മാധ്യമങ്ങൾ അവരെ ഒരു ശപഥം ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. നിരന്തരമായി ഈ ഗവൺമെന്റിനെ ആക്ഷേപിക്കുക, പരിഹസിക്കുക, കുറ്റപ്പെടുത്തുക, തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. ഒന്നാമത്തെ പിണറായി ഗവൺമെന്റിന് 5 കൊല്ലം കഴിഞ്ഞു, രണ്ടാമത്തെയും കഴിയാൻ പോവാണ്. ഈ കണക്കിലാണെന്ന് വെച്ചാൽ മൂന്നാമതും അവർ തന്നെ വരുമോ എന്നുള്ള ശങ്കയിൽ ജനങ്ങൾ നിൽക്കുമ്പോൾ നിരന്തരമായ അപവാദങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് വസ്തുതാപരമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞാൽ ജനങ്ങൾക്ക് ബോധ്യമാവുമല്ലോ, ഇല്ലേ? ജനങ്ങൾക്ക് ബോധ്യവും. അതിനുവേണ്ടിയാണ് ഈ പ്രചരണ പരിപാടിയൊക്കെ വെച്ചിട്ടുള്ളത്. എന്തു വന്നാലും ഒരു വിഭാഗം ആളുകളുണ്ട്, അവരിപ്പോൾ ബഹിഷ്കരിക്കുകയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണിക്കൊക്കെ അതിനുള്ള അവകാശാധികാരമുണ്ട്. അതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. അതിനൊന്നും തന്നെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. അവരുടെ അവകാശം, അവരുടെ അധികാരം അവർ പ്രയോഗിക്കട്ടെ. നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. അജേഷ്, കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. രമണി, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. ബാബു, നെല്ലായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP. വസന്ത, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PK. മുഹമ്മദ് ഷാഫി, A. മൊയ്തീൻകുട്ടി, വിവിധ വാർഡ് മെമ്പർമാർ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി.